ദിവാലിയൊക്കെ കഴിഞ്ഞെങ്കിലും ഗിഫ്റ്റ് ബോക്സ് ഒന്നും തന്നെ കളയാനായിട്ട് മനസ്സ് വന്നില്ല. എന്താണെന്ന് വെച്ചാൽ കാണാൻ അത്രയ്ക്ക് ഭംഗിയുള്ള ബോക്സുകളാണ്. ശരി, ഇത് വെച്ചിട്ട് ഒരു താജ്മഹൽ പണിയാന്നാണ് മനസ്സിൽ. ഈ ബോക്സിൻ്റെ ശരീരശാസ്ത്രം അനുസരിച്ചിട്ട് ഇതൊരു ജ്വല്ലറി ബോക്സാക്കി മാറ്റുന്നതായിരിക്കും നല്ലത്. സോ ആദ്യം തന്നെ ഞാൻ ആ ബോക്സിനകത്തുണ്ടായിരുന്ന എക്സ്ട്രാ ഡെക്കറേഷൻസ് എല്ലാം വലിച്ചു പറിച്ച് കളഞ്ഞു. എന്നിട്ട് ഇതുപോലെ നല്ലൊരു ക്ലോത്ത് മെഷർമെൻറ്റ് ചെയ്ത് അതിനകത്ത് ഒട്ടിച്ച് വെക്കണം. ഇനിയിപ്പോൾ ക്ലോത്ത് കൂടെ ഇല്ലാത്തവർ പേടിക്കണ്ട. തൊട്ടപ്പുറത്ത് തയ്യക്കടയിൽ ചെന്ന് കഴിഞ്ഞാൽ കട്ട് പീസ് കിട്ടും, ധാരാളമായിട്ട് കിട്ടും. അവിടെ നിന്ന് നല്ലൊരു കഷ്ണം തന്നെ സെലക്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതുപോലെ അരിവും മൂലയൊക്കെ ചേർത്ത് പുറത്തോട്ട് ഇങ്ങനെ മടക്കി ഒട്ടിക്കുക. ഞാനിവിടെ ഗ്ലൂ ഗൺ ഉപയോഗിച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. നിങ്ങൾ ഡബിൾ സൈഡ് ടാപ്പ് യൂസ് ചെയ്തോളും. ഇതിന് ശേഷം ഈ റെഡി ആയിരിക്കുന്ന സ്ക്വയർ പീസ് അതിനകത്ത് അങ്ങ് സ്റ്റിക്ക് ചെയ്യുക. ഇപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ? ഞാൻ സ്വന്തം ചെയ്തുകൊണ്ട് പറയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായല്ലോ എന്ന് പറയണേ. ഇനി ഈ പെട്ടി തിരിച്ചും മറിച്ചും ഒക്കെ നോക്കുക, കുറച്ച് വീഡിയോസൊക്കെ എടുക്കുക എന്നായിരുന്നു ധാരണ. എന്തായാലും ജ്വല്ലറി ബോക്സൊക്കെ സെറ്റ് ചെയ്തതല്ലേ, ഇനിയിപ്പോൾ അതിനകത്തേക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന ആക്രി സാധനങ്ങൾ മുഴുവനായിട്ട് പെറുക്കിയിടുക എന്നുള്ള ചടങ്ങാണ്. അതിപ്പോൾ നിങ്ങളും കൂടെ കാണുന്നതിൽ എനിക്ക് സന്തോഷമുള്ളൂ. അപ്പോൾ നമുക്ക് ഒരുമിച്ച് ഓരോന്നായിട്ട് പെറുക്കിയിടാം. പിന്നെ ഇതിനെക്കുറിച്ചൊന്നും ആധികാരികമായി പറഞ്ഞു തരാനുള്ള അറിവും ബുദ്ധിയൊന്നും എനിക്കില്ല. അപ്പോൾ നിങ്ങൾ ഓരോരുത്തർ കണ്ട് മനസ്സിലാക്കുക. കൂടെ എൻ്റെ കമൻട്രി ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഒന്നും ഇല്ലെങ്കിലും വല്ലവരുടെയും കയ്യിലൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ആഗ്രഹമൊക്കെ തോന്നും. അങ്ങനെ ഞാൻ എൻ്റെ സ്വന്തം കാശ് മുടക്കി വാങ്ങുന്നതല്ല, എൻ്റെ ഹസ്ബൻഡ് വാങ്ങിച്ചു തരണം, ഇല്ലെങ്കിൽ ഇരിക്കട്ടെ അമ്മായിമ്മ വാങ്ങിച്ചു തരണം. ഈ കാണുന്ന കുപ്പികളെയൊക്കെ എൻ്റെ അമ്മായിമ്മ വാങ്ങിച്ചെന്നാണ്. പുള്ളിക്കാരിക്ക് ഇങ്ങനെ അണിഞ്ഞൊരുങ്ങിയൊക്കെ കാണാൻ വലിയ താല്പര്യമുള്ള ആളായതുകൊണ്ട് എനിക്കിങ്ങനെ വാങ്ങിച്ചു തരും. വേണ്ടെന്ന് പറഞ്ഞാലും ഭയങ്കര സ്നേഹമെന്നേ. ഇതൊക്കെ പുള്ളിക്കാരി തന്നെ വാങ്ങിച്ചെന്നാണ്. എൻ്റെ സ്വന്തം വിയർപ്പിൻ്റെ അധ്വാനത്തിൻ്റെ ഫലമായിട്ട് ഈ വെള്ളക്കല്ലുള്ള വളയും അടുത്തായിട്ട് വരുന്ന പച്ചക്കല്ലുള്ള വളയും മാത്രമാണ് ഞാൻ വാങ്ങിച്ചത്. ബാക്കിയൊക്കെ ഇങ്ങനെ ഓരോരുത്തർ തരുന്നതൊക്കെയാണ് ഗിഫ്റ്റായിട്ടും, അല്ലാതെ സ്നേഹത്തോടെ മോളെ ഇന്ന് വാങ്ങിച്ചോ എന്ന് പറയുമ്പോൾ വാങ്ങുന്നതൊക്കെയാണ്. പിന്നെ ഒറിജിനൽ മുല്ലപ്പൂ വെക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇതുപോലത്തെ പ്ലാസ്റ്റിക് പൂക്കൾ വെച്ചാണ് ഞാൻ എൻ്റെ തലമുടി സെറ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. എല്ലാം പെറുക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് അടയ്ക്കൽ ചടങ്ങാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്തേക്കുക. ഇനി എന്നെ കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയിപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നാഗവല്ലിയെ പോലെ പെട്ടി തുറക്കാമല്ലോ.